ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഇന്നും നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കയ്യിലിരിക്കുന്നൊരു സാധനമായിരിക്കും വുളൻ ത്രെഡ്. അതായത് നമ്മുടെ കയ്യിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഈ ഒരു വുളൻ ത്രെഡ്. അല്ലാത്തവരുടെ കയ്യിലും കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വുളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ഒരു വുളൻ ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ഹെയർ ബോ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ വുളൻ ത്രെഡ് ആട്ടോ. അപ്പോൾ വുളൻ ത്രെഡ് നമ്മുടെ കയ്യിൽ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ ഈ വുളൻ ത്രെഡ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പോം ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കുറേ റൗണ്ട്സ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ നടുക്കൂടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് റൗണ്ടിലെടുക്കുന്ന ആ ഒരു സാധനമാണ് ഈ ഒരു പോം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അതങ്ങനെ നമ്മളൊരു 4-5 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കത്രികയുടെ മൂർച്ചയൊക്കെ സത്യം പറഞ്ഞാൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് മറ്റേ മെഷീൻ നമ്മൾ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് ഭയങ്കര വെയിറ്റുള്ളൊരു കത്രിക ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കത്രിക ഞാൻ എടുത്തുകൊണ്ട്, അപ്പോൾ അതിനാകുമ്പോൾ നല്ല മൂർച്ചയാണ്. അപ്പോൾ എൻ്റെ കത്രികയുടെ മൂർച്ചയൊക്കെ പകുതിയും പോയി. പിന്നെ ഞാൻ അമ്മയാണെങ്കിൽ ആ ഒരു കത്രിക എടുത്തുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ നമ്മൾ ഒന്നാമത് വീഡിയോ എടുക്കണം, പിന്നെ അതുപോലെ തന്നെ കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൈ നല്ലപോലെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആ ഒരു പോംപോ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു കളറെന്ന് പറഞ്ഞേക്കുന്ന ഒരു ഇതിൻ്റെ കളർ എന്തോ ഒരു യെല്ലോ അല്ല, പക്ഷെ ഒരു വേറെ എന്തോ ഒരു കളറാട്ടോ, എന്തോ ഒരു ഫ്ലൂറസെൻ്റ് കളറാണ്. ആ ഒരു കളറും അതുപോലെ തന്നെ പിങ്ക് കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ ഞാൻ ഇന്നലെ ഞാൻ അക്കരെ പോയിട്ടുണ്ടായിരുന്നു, ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ആകെ ഇതും പിങ്കും പിന്നെ വൈറ്റും ഒക്കെ. അപ്പോൾ വൈറ്റ് എടുത്താൽ മതിയായിരുന്നു എനിക്ക് പിന്നെ തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ പിന്നെ വൈറ്റ് എടുക്കാൻ പോയില്ല. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചേ ഉള്ളത്, വേറൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഞാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പോം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സംഭവം സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ കൈവച്ചിങ്ങനെ ചെയ്തിട്ട് ഒരു നടുക്കൂടെ കെട്ടിട്ട് കൊടുത്തിട്ട് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വലിയ വൈറ്റ് ബീഡ്സ് എടുക്കണം കേട്ടോ, നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള കാണത്തക്ക രീതിയിലുള്ള. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 8 മില്ലിമീറ്ററിൻ്റെ ആ ഒരു സൈസ് വരുന്ന 8 അല്ലെങ്കിൽ 10 ആ ഒരു സൈസ് വരുന്ന അക്രിലിക് പെയിൻറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബീഡ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക്, അപ്പോൾ അത് വലുതായതുകൊണ്ട് നമുക്ക് തലയിൽ വെക്കുമ്പോൾ അത് കാണാൻ പറ്റും. ചെറുതാകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ ബീഡ്സ് എടുത്ത്, പിന്നെ ഒരു പിങ്ക് കളറാട്ടോ വുളൻ ത്രെഡ് എടുത്തത്. അതും ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് നടുക്കൂടെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ എടുത്തെങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു അത്രയും ബൾക്കിലുള്ളൊരു ആ പോംപോ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലത്തെയൊക്കെ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പോമിൻ്റെ എന്താണ് വോൾ ഹാങ്ങിങ്ങും അതൊക്കെ ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ഫുള്ളിങ്ങനെ ഹെയർ ബോ, ജ്വല്ലറി ആ ഒരു ഇതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സംഭവം നല്ലപോലെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഒരു 3-4 എണ്ണം ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു സംഭവം ചെയ്യാം. ഞാൻ ഇങ്ങനെ രാവിലെ എന്ത് ഹെയർ ബോയുടെ ഇനി വീഡിയോ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി എന്ത് വെറൈറ്റി ഇനി കൊണ്ടുവരണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഓരോ ഐഡിയകൾ ഇങ്ങനെ തോന്നുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ, അപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കാണെങ്കിൽ അങ്ങ് ഉറക്കം കൂടെ വന്നിട്ടിരിക്കാൻ വയ്യട്ടോ. ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് റെക്കോർഡ് ചെയ്യുന്നത് സംഭവം. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പം വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. അപ്പം എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് കിടക്കണമെന്നുള്ളൊരു ടെൻഡൻസി ഉള്ള ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ആ ഒരു ഉറക്ക മൂഡിലാണ് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ സംഭവം ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന പശ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പശ ഏതാണെന്നുള്ളത്. പശ നമ്മൾ എടുത്തിരിക്കുന്ന ഫെവിബോണ്ടിൻ്റെ ആ ഒരു പശയാണ്. എനിക്ക് ആ ഒരു പശയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലൂ ഗണ്ണൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ആമസോണിൽ നിന്നാട്ടോ ഗ്ലൂ ഗൺ വാങ്ങിച്ചത്. അപ്പോൾ അതിന് വലിയ റേറ്റൊന്നും ഇല്ല, വില കുറഞ്ഞൊരു ഗ്ലൂ ഗണ്ണാട്ടോ. അപ്പം നമ്മൾ നല്ല റേറ്റിനൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം നല്ല വിലയ്ക്ക് നല്ല സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് വില കുറഞ്ഞൊരു ഗ്ലൂ ഗണ്ണായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സംഭവം ഒന്നും ഞാൻ ഒട്ടുന്നില്ലായിരുന്നു.
അപ്പോൾ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ റേറ്റ് കുറഞ്ഞതുകൊണ്ടാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം എൻ്റെ സാധനം എൻ്റെ ചെറിയ ഒരു ഗ്ലൂ ഗൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ സ്റ്റിക്കാണെങ്കിൽ ഞാനിപ്പോൾ വാങ്ങിച്ചതും അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫെവി ബോണ്ടിൻ്റെ പശയാണ് എടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു വലിയൊരു ബീഡ്സ് എടുക്കുന്നുണ്ട്, പിന്നെ റാ എടുക്കുന്നുണ്ട്, ഹെയർ ബോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്കങ്ങ് ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യട്ടെ. ഞാൻ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ, ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ. പക്ഷേ ഇപ്പം 12 മണി ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒത്തിരി ലേറ്റായിട്ടാട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഭയങ്കര സിമ്പിളാട്ടോ ഇത്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പോം ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ. പിന്നെ മുത്തുകളെല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ലപോലെ ഉറക്കം വന്നിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാ പൊളിക്കുന്നത്. ആരും ഒന്നും വിചാരിക്കാതെ. സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എപ്പോഴും ഉറങ്ങുന്ന ഒരു ആളാട്ടോ. ഇവിടെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു. ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ഉച്ച കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിലും നല്ലപോലെ കഴിച്ച് കഴിഞ്ഞ് വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഉടനെ ഉറക്കം വരും. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കം മോഡിൽ ഞാനിങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാട്ടോ ഈ ഒരു സാധനം ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യും, എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ ഹെയർ ബോ ഏകദേശം ഇവിടെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ഹെയർ ബോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ, അപ്പം വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ വുളൻ ത്രെഡ് ആണെങ്കിൽ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ആമസോണിലും കിട്ടും. അത് ആമസോണിലാണെങ്കിൽ ബൾക്കായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ പടശ്ശേരിക്കരയൊക്കെ ആണെങ്കിലും ഷോപ്പിലൊക്കെ വുളൻ ത്രെഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തലയിലൊന്ന് വെച്ച് നോക്കി. അപ്പോൾ സാധനം നമ്മളിങ്ങനെ പുഴു ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും പോം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് താങ്ക് യു.